ചിലർ ചോദിക്കും, എന്തിനാ ഉസ്താദേ ഇങ്ങനെ കൊല്ലം കൊല്ലം ചെയ്യണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ ശ്രേഷ്ഠത വിവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹാബി വരെയും ചോദിച്ചു, നബി തങ്ങൾ ഈ ഹജ്ജ് ഞങ്ങൾക്ക് എല്ലാ വർഷവും ചെയ്യണോ? നബി തങ്ങൾ മിണ്ടിയില്ല, ഒരു വാക്കുപോലും മറുപടി കൊടുത്തില്ല. അവസാനം പ്രവാചകർ ഖുത്ബ നിർവഹിച്ചിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി പറഞ്ഞു, വലൗ ഖുൽതു നഅം ലവജബത് ലക്കും. ഞാനെങ്ങാനും വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാ കൊല്ലവും നിങ്ങൾ ചെയ്യൽ നിർബന്ധമായി പോയേനെ. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി. ശ്രേഷ്ഠതയാണ്. കഴിവുള്ള ആളുകൾ ചെയ്യണം. നാട്ടിലുള്ളതാകുന്ന പട്ടിണി പാവങ്ങളുടെ വിഷമങ്ങളെ സങ്കടങ്ങളെ തീർക്കണം. സ്വന്തം സഹോദരങ്ങൾ, സ്വന്തം മാതാപിതാക്കൾ, സ്വന്തം ഭാര്യ, മക്കൾ, കുടുംബാദികൾ അവരുടെ ചെലവിന് കൊടുക്കാതെ നിന്റെ ഹജ്ജ് സ്വീകാര്യമേ അല്ല. അതാണല്ലോ സാദൻ റാഹിലത്തൻ എന്ന് പറഞ്ഞത്. മൻമലക്ക സാദൻ, അവന്റേതാകുന്ന കഴിവ് എത്തിക്കാന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിന്റെ ചെലവ്, അവന്റെ ആശ്രിതരായി കഴിയുന്നതാകുന്ന ആളുകളുടേതാകുന്ന പാർപ്പിട സൗകര്യം, ഭക്ഷണങ്ങൾ, ഇവൻ പോയി ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുന്നത് വരേക്കുള്ളതാകുന്ന സാധന സാമഗ്രികൾ, എല്ലാവിധ സംവിധാനങ്ങളും ഉറപ്പുള്ളവനാണ് ഹജ്ജ്. അല്ലാതെ കുടുംബത്തെ പട്ടിണിക്കിട്ടുകൊണ്ട് ഹജ്ജില്ല. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ നിന്റെ ഹജ്ജിന് മഹാത്മ്യമില്ല. നിന്റെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടുകാരൻ, നിന്റെ ഏറ്റവും രക്തബന്ധുക്കൾ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, സാമ്പത്തികമായി ഞെരുക്കത്തിലാണ്, കടത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. നീ കൊല്ലം ഹജ്ജ് ചെയ്തുകൊണ്ട് നിർവഹിക്കുന്നതിൽ യാതൊരു പുണ്യവുമില്ല. അത് തീർത്തു പറയാൻ. മറിച്ച് ഇതെല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അങ്ങനത്തെ ഒരു വ്യക്തി എല്ലാ വർഷവും പോകുന്നു. അതിന് നീ എന്തിനാണ് അസൂയ വെക്കുന്നത്? പോട്ടെ. അള്ളാഹു തൗഫീഖ് കൊടുത്തു. അള്ളാഹു കൊടുത്ത തൗഫീഖ് നൽകട്ടെ.